ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് പറ്റും, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം ലോണിലേക്ക് പോവുക. കാരണം കടം പകല് നമ്മുടെ മാനം കെടുത്തും, രാത്രിയിൽ നമ്മുടെ ഉറക്കം കെടുത്തും. മീഷോയിൽ ലോൺ കൊടുക്കുന്നുണ്ടോ? മീഷോയിൽ ലോണ് കൊടുക്കുന്നുണ്ട്. മീഷോ അവരുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെല്ലേഴ്സിന് അവരുടെ ഇൻവെന്ററി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻവെന്ററിയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ലോണ് കൊടുക്കുന്നുണ്ട്. ആ ഒരു പുതിയ സിസ്റ്റമാണ് മീഷോ ഇൻസ്റ്റന്റ് ക്യാഷ്. മീഷോ ഇൻസ്റ്റന്റ് ക്യാഷ് എന്ന ടാബ് എല്ലാ സെല്ലേഴ്സിനും അവരുടെ അഡ്മിൻ പാനലിൽ സെല്ലിംഗ് പാനലിൽ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും എന്ത് മീഷോ ഇൻസ്റ്റന്റ് ക്യാഷ് എന്ന ഈ ടാബ്. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുക മാത്രമാണ് ചെയ്യുന്നത്. പേഴ്സണലി ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. കാരണം അത് നമ്മുടെ ഉറക്കം കെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കടം വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ള ഒരു രീതിയോട് എനിക്ക് തീർത്തും യോജിപ്പില്ല. എന്നാലും ഇനി ആർക്കെങ്കിലും ലോൺ എടുത്ത് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോണ് നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് ലോണ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് പറ്റും, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം ലോണിലേക്ക് പോവുക. കാരണം കടം പകല് നമ്മുടെ മാനം കെടുത്തും, രാത്രിയിൽ നമ്മുടെ ഉറക്കം കെടുത്തും. ഇത് വളരെ സത്യസന്ധമായ വാക്കുകളാണ്. എല്ലാവരും ഈ വാക്കുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ലോണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഏതൊരു ലോണും, ഈ ലോണ് മാത്രമല്ല, ഏതൊരു ലോണ് നമ്മുടെ നാട്ടിൽ നിന്ന് വാഷിംഗ് മെഷീന് ലോണ്, ഫ്രിഡ്ജിന് ലോണ്, ടിവിക്ക് ലോണ്, ലാപ്ടോപ്പിന് ലോണ്, ഫോണിന് ലോണ്, എല്ലാത്തിനും EMI സിസ്റ്റം. EMI എന്ന് പറഞ്ഞാൽ വലിയൊരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അങ്ങോട്ട് കുടുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ലോൺ എടുക്കുന്നവർ, പ്രത്യേകിച്ച് ബിസിനസ്സിന് വേണ്ടി ലോൺ എടുക്കുന്നവർ, കറക്റ്റായിട്ട് നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ആദ്യം 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ലോണിലേക്ക് പോയാൽ മതി എന്നാണ് എൻ്റെ വ്യക്തിപരമായ, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഓക്കെ, മീഷോയിലെ ലോൺ ഉണ്ട്. അത് എങ്ങനെയാണ് റീപേയ്മെന്റ് എന്ന് വെച്ചാൽ, നമ്മുടെ നമ്മുടെ പേ ഔട്ട്, ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീഷോയിൽ. അപ്പൊ മീഷോയിൽ നമ്മുടെ പേയ്മെന്റ് മീഷോ 7 days കഴിഞ്ഞിട്ടാണ് നമുക്ക് മീഷോ പേയ്മെന്റ് തരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു മീഷോയിൽ നമുക്ക് ഡെയിലി EMI ആയിട്ട്, ഡെയിലി പേ ഔട്ട് ആയിട്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതല്ല, അപ്പോൾ ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ വരികയാണെങ്കിൽ അത് ക്യുമുലേറ്റ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴാണോ പൈസ വരുന്നത് ആ സമയത്ത് അവർ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ കരുതും നമ്മൾ ലോൺ എടുത്തതിന് ശേഷം മീഷോയിലെ ബിസിനസ് നമ്മൾ അവസാനിപ്പിച്ചാലോ എന്ന്. അവിടെയും ഒരു കാര്യമുണ്ട്. നമ്മൾ ഓട്ടോ ഡെബിറ്റ് സിസ്റ്റം, അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മന്ത്ലി പൈസ കട്ടാവുന്ന രീതിയിൽ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യണം. നമ്മുടെ മീഷോ ലോണും നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യണം. അതുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതൊരു കാരണവശാലും നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഡെയിലി ആ പേയ്മെന്റ് നിങ്ങളെ മീഷോ അക്കൗണ്ടിൽ നിന്ന് കട്ടായിക്കൊണ്ടിരിക്കും. അതല്ല, അതിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ടാവും. ബാങ്ക് അക്കൗണ്ടിലും പൈസ ഇല്ലാതെ വരുമ്പോഴാണ് ബൗൺസ് ആവുക, അതിന്റെ ചാർജസ് എക്സ്ട്രാ വരിക. ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് ഒരു ലോൺ കിട്ടാത്ത രീതിയിൽ നിങ്ങളുടെ സിബിൽ സ്കോർ താഴേക്ക് പോകുന്ന കാഴ്ചയും കാണാൻ പറ്റും. അപ്പം ലോൺ എടുക്കുന്നവർ വളരെ ചിന്തിച്ചിട്ട് വേണം ഈ ഒരു ലോണിലേക്ക് പ്രവേശിക്കാൻ. ലോൺ കിട്ടാൻ നമ്മുടെ നാട്ടിൽ ഭയങ്കര സിമ്പിളാണ്. ഇപ്പം 5 മിനിറ്റ് കൊണ്ടൊക്കെ ലോൺ കിട്ടും. ബജാജ് ഫിനാൻസ് എന്നൊക്കെ 5 മിനിറ്റ് കൊണ്ടൊക്കെ ലോൺ കിട്ടും. പക്ഷെ ലോണ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് കറക്റ്റായിട്ട് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് നമുക്ക് ബാക്കിൽ ഉണ്ടാവണം. എന്നാൽ നിങ്ങൾക്ക് ലോൺ എടുത്ത് ചെയ്യാവുന്നത് കൂടിയാണ്. മീഷോയിലെ ലോണിന്റെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഏകദേശം 15% വരുന്നത്. 15%. നമ്മുടെ നാട്ടിലെ നോർമൽ ബാങ്കുകളിൽ നിന്ന് 11, 12, 13 ഈ ശതമാനത്തിലൊക്കെ നമുക്ക് ലോൺ കിട്ടുന്നുണ്ട്. മീഷോയിൽ ലോൺ കിട്ടുന്നത് 15%. ഓക്കെ, പേപ്പർലെസ് ആയിട്ടുള്ള ഡോക്യുമെന്റ് സിസ്റ്റമാണ്. നമ്മളൊന്നും പോയിട്ട് അവിടെ പോയി ഒപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ
വീടിന്റെ ആധാരം പണയം വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇനി ആ ഒരു ലോണിലേക്ക് എങ്ങനെ നമുക്ക് ആ ഒരു ലോണ് കിട്ടാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു ഡെമോ മാത്രമാണ് കാണിക്കുന്നത്. ഞാൻ ഒരിക്കലും അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അതിനുശേഷം നിങ്ങളെ അക്കൗണ്ടിൽ ഇതുപോലെ ചെയ്യുക. അതിനു മുന്നേ വേറൊരു കാര്യം, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ വരുന്നത് എങ്കിൽ ഇ കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസുകളായ മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ എല്ലാ വെബ്സൈറ്റുകളെ കുറിച്ചും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും ഈ ഒരു ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് പോയി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലാപ്ടോപ്പിന്റെ സ്ക്രീനിലാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു അഡ്മിൻ പാനൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഒരു ടാബ്, ഇൻസ്റ്റന്റ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ്. ഓക്കെ. ഈ ഒരു ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആദ്യം വരിക. ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അവര് നോട്ടിഫൈ ചെയ്യും. വി വിൽ നോട്ടിഫൈ വൺസ് യു ആർ എലിജിബിൾ ഫോർ എ ലോൺ ഓഫർ. ഓക്കെ. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആവുമ്പോൾ അവർ നിങ്ങളെ നോട്ടിഫൈ ചെയ്യും. ഓക്കെ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ തീർത്തും മീഷോയിൽ നിക്ഷിപ്തമാണ്. അവരെല്ലാം നമ്മളെ സിബിൽ സ്കോർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും നമുക്കൊരു ലോണ് അവർ അപ്രൂവ് ചെയ്യുക. ഓക്കെ. ഇത് കൊടുക്കുന്നത് മീഷോ പേയ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന ഒരു കമ്പനിയാണ്. മീഷോയുടെ തന്നെ വേറൊരു കമ്പനിയാണിത്, വേറൊരു സിസ്റ്റർ കമ്പനി ആയിരിക്കാം. മീഷോയുടെ വേറൊരു കമ്പനിയാണ് മീഷോ പേയ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഓക്കെ. അപ്പൊ ഞാനിവിടെ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടാബാണ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരിക. ഓക്കെ. ഇതിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ പ്രീ അപ്രൂവ്ഡ് ഓഫർ എത്രയാണ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഗെറ്റ് ഇൻസ്റ്റന്റ് ക്യാഷ് അപ് ടു 5 lakh. അപ്പൊ ഇവിടെ 5 lakh വരെ ആണ് ഈ ഒരു കസ്റ്റമർക്ക് മീഷോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഓക്കെയാണ്, താഴത്തെ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. വൈ മീഷോ ഇൻസ്റ്റന്റ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് പ്രോസസിംഗ് ഫീസ് 0 ആണ്. അതർ ബിസിനസ് ലോൺ 2.4% ഉണ്ട്. പേയ്മെന്റ് ഡെയിലി ഓട്ടോ പേയ്മെന്റ് ആണ്. മറ്റേത് ലംസം മന്ത്ലി റീപേയ്മെന്റ് ആണ്. പിന്നെ കൊളാക്ടറൽ സെക്യൂരിറ്റി നമ്മൾ എന്തെങ്കിലും ഈട് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ അങ്ങനത്തെ ഒരു ആവശ്യമില്ല, നോട്ട് റിക്വയർഡ് ആണ്. ഇവിടെ പ്രോപ്പർട്ടി ആവശ്യമുണ്ട്. പിന്നെ പ്രോസസിംഗ് ടൈം 24 മണിക്കൂറിനുള്ളിൽ പ്രോസസിംഗ് ആവും. ഇവിടെ 7 to 10 വർക്കിംഗ് ഡേയ്സ് ആണ്. പിന്നെ റീവിഡ്രോവൽസ് നമ്മൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് മാത്രം അതിന് വിഡ്രോ ചെയ്താൽ മതി, ബാക്കിയുള്ള അവിടെ കിടന്നോളും. ഇവിടെ ആവുമ്പോൾ എല്ലാ ടൈമിലും നമ്മൾ റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം വിഡ്രോവൽസിനുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അടുത്ത ടാബിലേക്ക് ഇങ്ങനെയാവും പോവുക. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരുന്നതായിരിക്കും. നിങ്ങൾ ഏതാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ എല്ലാ ഡാറ്റാബേസും അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതിന്ന് സിസ്റ്റം ഓട്ടോ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പാൻ കാർഡ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണും. ഓക്കെ. എന്നിട്ട് പോയി നിങ്ങളിവിടെ ചെക്ക് ഫൈനൽ ഓഫർ എന്നുള്ള ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു ചെക്ക് ഫൈനൽ ഓഫർ എന്നുള്ള ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുത്ത പേജിലേക്കാണ് പോവുക. ഇവിടെ നമ്മൾ ലോണിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. നമുക്ക് എത്ര എമൗണ്ട് ആണ് വേണ്ടത്, എത്രയാണ് നമ്മുടെ EMI ഡെയിലി ഇൻസ്റ്റാൾമെന്റ് എത്രയാണ് വരിക, എത്രയാണ് കാലാവധി ലോണിന്റെ, എത്രയാണ് അതിന്റെ ഇൻട്രസ്റ്റ് വരുന്നത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഓക്കെ. നമ്മൾ ലോൺ അടച്ചു കഴിയുമ്പോൾ ടോട്ടൽ എത്ര എമൗണ്ട് വരും ഇവിടെ, അതും ഇവിടെ കാണിച്ചു തരും. ഓക്കെ. പിന്നെന്ത് ചെയ്യാം, അടുത്തത് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ പ്രോസസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു KYC ഉണ്ടാവും. നമ്മളിവിടെ KYC കൺഫേം ചെയ്യണം. നെക്സ്റ്റ് ടാബിൽ നമ്മൾ കാണുന്നത് ഈ ഒരു KYC കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു KYC നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൺഫേം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഓപ്പൺ ക്യാമറ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണിച്ചു തരും. നമ്മുടെ ലൈവ് ആയിട്ടുള്ള KYC അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അതായത് നമ്മുടെ ഫോട്ടോ എല്ലാം ലൈവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമറ ഓപ്പൺ ആയി വരും. ആ ഓപ്പൺ ക്യാമറ എന്നുള്ള ബട്ടൺ നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ടാബാണ് നിങ്ങൾക്ക് കാണിക്കുക. അപ്പോൾ ഇതിൽ ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടാബിലേക്കാണ് പോവുക. ആ ഒരു ടാബ് ഏകദേശം ഇങ്ങനെയായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു കോഡ് ഇവിടെ കാണിച്ചു തരും. ആ ഒരു കോഡ് നിങ്ങളൊരു പീസ് ഓഫ് പേപ്പറിൽ, ഒരു കഷ്ണം പേപ്പറിൽ എഴുതിയിട്ട് അത് കയ്യിൽ പിടിച്ചിട്ട് വേണം, അതൊരു കയ്യിൽ പിടിച്ചിട്ട് വേണം നിങ്ങൾ
ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ട്രൈ അപ്ലോഡിങ് സെൽഫി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഈ ഒരു കോഡ് എഴുതി കയ്യിൽ പിടിച്ചിട്ട് ഒരു സെൽഫി എടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാബിലേക്കാണ് നിങ്ങൾ പോവുക. ഒരു ഡിജിറ്റലി നിങ്ങൾക്ക് ഈ ഒരു ഇത് സൈൻ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഈ ഒരു ലോൺ ഡോക്യുമെന്റ്. ഈ ഒരു ഡോക്യുമെന്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഡിജിറ്റലി നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു OTP ഇവിടെ വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് സൈൻ ആവുന്നതായിരിക്കും. അതിന് ശേഷം നമ്മൾ പിന്നെ ഓട്ടോ ഡെബിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓട്ടോ ഡെബിറ്റ് സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ നെറ്റ് ബാങ്കിങ് വെച്ചിട്ട് ഇൻ കേസ് നമുക്ക് മീഷോയിൽ ക്യാഷ് ഇല്ലാത്തൊരവസരം വരികയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷനാണ് ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാകുന്നു. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഈ ഓട്ടോ ഡെബിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് താഴെ കാണുന്ന ഈ ഒരു സബ്മിറ്റ് ബട്ടന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു മെസ്സേജ് വരും, കൺഗ്രാജുലേഷൻസ്, നമ്മുടെ ലോണിന്റെ അപ്ലിക്കേഷന് പ്രോസസ് ആയിട്ടുണ്ട്. അത് ഇനി ഒരു 24 hours നമുക്ക് പൈസ ക്രെഡിറ്റ് ആവും എന്ന് അവർ ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് പൈസ ക്രെഡിറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷന് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ മെസ്സേജ് വരും. അതിന് ശേഷമാണ് നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ പോവുക. ഈ ഒരു ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാബ് കാണിക്കും. ആ ടാബിൽ നമുക്ക് എത്രയാണോ ക്യാഷ് ആവശ്യമുള്ളത് ഈ വിഡ്രോ ക്യാഷിന് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് വിഡ്രോ ചെയ്യേണ്ടത് ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ മീഷോ ഇൻസ്റ്റന്റ് ക്യാഷിനെ കുറിച്ച് അല്ലെങ്കിൽ മീഷോ ലോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ലോൺ എടുക്കാതിരിക്കുക ചെയ്യുക. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. കട്ടയ്ക്ക് സപ്പോർട്ടുമായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ വേണം. അടുത്തൊരു വിഷയമായിട്ട് വേറൊരു ദിവസം നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ ബൈ.